പൈൻ മരങ്ങളുടെയും മൊട്ടക്കുന്നുകളുടെയും നാടായ വാഗമണിലേക്കാണ് ഇന്നത്തെ യാത്ര. രാവിലെ 5:30-ക്ക് ശേഷമാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നീണ്ട 92 കിലോമീറ്ററുകളാണ് ഇനി ഞങ്ങൾക്ക് താണ്ടുവാനുള്ളത്. ഏകദേശം 8 മണി കഴിഞ്ഞതോടുകൂടി ഈരാറ്റുപേട്ട ഭാഗത്തെത്തി. അവിടെ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് പിന്നീടുള്ള യാത്ര ആരംഭിച്ചത്. വാഗമൺ താഴ്വാരത്തെ തീക്കോയ് പ്രദേശത്തുള്ള മർമല വാട്ടർഫോൾസാണ് ആദ്യ ലക്ഷ്യം. ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെയാണ് പോയതെങ്കിലും പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾക്ക് വഴി തെറ്റിയെന്ന്. വണ്ടി പോകുന്നതിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മർമല അരുവി എന്നുള്ള സൈൻ ബോർഡ് കണ്ടതാണ്. എന്നാൽ അതിനിടയിലുള്ള വാട്ടർഫോൾസ് എന്നത് വായിക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. അരുവിയും വാട്ടർഫോളും ഒന്നാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം. കുറച്ചധികം മുന്നോട്ട് പോയതിന് ശേഷം നമുക്ക് മനസ്സിലായത് നമുക്ക് വഴി തെറ്റിയിരുന്നു. ഭാഗ്യം പോലൊരു ചേട്ടനും വന്ന് പുള്ളിയാണ് പറഞ്ഞത് നമ്മളിപ്പോൾ നിൽക്കുന്ന മലയുടെ നേരെ ഓപ്പോസിറ്റുള്ള മലയിലാണ് ഈ പറഞ്ഞ വെള്ളച്ചാട്ടം. പിന്നെ തിരികെ ഒരു 7 കിലോമീറ്റർ പോയതിന് ശേഷമാണ് മർമല വാട്ടർഫോൾസിലേക്ക് എത്തിയത്. തലേന്ന് നല്ല മഴയായിരുന്നതുകൊണ്ട് പോയ 2 വഴികളും വളരെ മനോഹരമായിരുന്നു. വർക്കിംഗ് ഡേയ്സിലാണ് ഞങ്ങൾ ഈ യാത്ര തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ പോയ എല്ലാ സ്ഥലങ്ങളിലും വളരെ തിരക്ക് കുറവായിരുന്നു. ഇത് നമ്മൾ പോയ വഴി റോഡിന് സൈഡിൽ തന്നെയുള്ളൊരു ചെറിയ വാട്ടർഫോളാണ്. ചെറുതാണെങ്കിലും ഇതും കാണാൻ വളരെ ഭംഗിയായിരുന്നു. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എൻട്രി ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളിൽ കയറി കാണാൻ കഴിയും. ഒന്ന് വഴി തിരിച്ചെങ്കിലും ഏകദേശം ഒരു 9 മണിയോടുകൂടി തന്നെ നമ്മൾ ഈ വാട്ടർഫോളിൻ്റെ അടുത്ത് എത്തിച്ചേർന്നു. ഇവിടെ പാർക്കിങ്ങിനായിട്ട് സൗകര്യങ്ങളൊന്നുമില്ല. റോഡ് സൈഡിൽ തന്നെയാണ് നമ്മൾ പാർക്ക് ചെയ്യുന്നത്. എൻട്രി ഫീസ് ഒരു 30 രൂപയായിരുന്നു പെർ ഹെഡ്. എൻട്രൻസ് ഏരിയ കഴിഞ്ഞ് കുറച്ചധികം അകത്തോട്ട് നടക്കാനുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ നമുക്ക് ഈ വാട്ടർഫോളിൻ്റെ സൗണ്ട് നന്നായിട്ട് കേൾക്കായിരുന്നു. പോകുന്ന വഴി മുഴുവൻ ഒരു കാടിൻ്റെ പ്രതീതി തന്നെയായിരുന്നു. മുഴുവൻ ഉരുളൻകല്ലുകളും വലിയ പാറക്കൂട്ടങ്ങൾക്ക് ഇടയിൽ കൂടെയാണ് നമ്മൾ ഈ വാട്ടർഫോളിലേക്ക് എത്തിച്ചേരുന്നത്. രാവിലെ ആയതുകൊണ്ട് തന്നെ ആരും വന്നിട്ടില്ലായിരുന്നു. തിരക്കില്ലാതിരുന്നത് കൊണ്ട് തന്നെ കുറച്ചധികം ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്.